അപ്പേ മഴക്ക് സാധ്യതയല്ല. ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു മഞ്ഞ ചെറിയ ടെക്സ്ചറുള്ള ഷർട്ട് ഇട്ട് കണ്ട് വന്നതാണ്. കഴിഞ്ഞ കളിയില് CSKന്റെ അവസ്ഥ നടക്കട്ടെ. നിങ്ങൾ അഹങ്കാരത്തിന് കിട്ടിയതാണ്. ഒരു റണ്ണിന് ഓടുന്നില്ല, ഞാൻ കോൺഫിഡൻസ് ആവാം, അഹങ്കാരം പാടില്ല. പിന്നെ കുൽദീപ് രംഗ എത്ര മോശക്കാരനാക്കിയില്ല നിങ്ങള്. ഒരു ഇന്റർനാഷണൽ കളിക്കാരനാണ്. ഇതിപ്പോ ഒരു കളിത്തെ കഥ ഒരു കളിത്തെ ഒരു റണ്ണിന്റെ കഥ നിങ്ങളെ കഥകൾ പറയാൻ വേറെ. പക്ഷെ ഇമ്മാതിരി സഹതാരങ്ങളെ മോശക്കാരാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഞങ്ങളെ കുട്ടിയാക്കില്ല. ധോനി ധോനി കളിച്ചാൽ ധോനി അടുത്ത കളിക്കൊക്കെ ഉണ്ടാവും. എങ്ങട്ടാണ് പറയുമ്പോ തന്നെ എല്ലാവരും വെറുതെ എന്തിനാ പറയണ്ടെന്നാ ചോദിക്കുന്നത്. അതാ ബൗളിങ്ങില് മറ്റേ എല്ലീസ് പോയപ്പോ ഉണ്ടായ ചെറിയ കുഴപ്പമാണ്. ബാറ്റിംഗിലൊക്കെ നല്ലോണം വരുന്നുണ്ട്. ബാറ്റിംഗ് 10-200 അടിച്ചിട്ടുണ്ടല്ലോ. ആകെ ഒരു കളിയിലാണ് ബാറ്റിംഗ് മോശമായത്. ബാക്കി കളികളിലൊക്കെ 10-200 റണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. അടിയൊന്നും ഒരു കുഴപ്പമില്ല. എന്താ എല്ലാവരും അടിച്ചിട്ടുണ്ട്. സർഫറാസ് അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ നോക്കി, കഴിഞ്ഞ കളി തുടക്കത്തിൽ 3 വിക്കറ്റ് പോയിട്ടും 10-200 റൺ അടിച്ചു. ഞങ്ങള് ബാറ്റിങ്ങിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതിപ്പോ ഓപ്പണർമാർ ക്ലിക്കായി ഇവിടെ 300 അടിച്ചു. എല്ലാത്തിനും ബാറ്റിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ 200 അടിച്ച ടീം CSK. വെറും മരം നടാൻ വേണ്ടി മാത്രം ഒരു മരം നടന്നില്ല. അതൊക്കെ കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം ഒരു മരം നടന്നില്ല. ഫസ്റ്റ് കളി ഒഴികെയുള്ള ബാക്കി 2 കളി നോക്കി തോൽക്കാൻ വേണ്ടി മാത്രം ചെക്കന്മാര് നല്ല ചെക്കന്മാരെന്ന് പറയണം. ചെക്കെന്ന് പറയണ സർഫറാസ് അടിച്ചിട്ടുണ്ടല്ലോ. എന്താ പ്രശാന്ത് വീർ കഴിഞ്ഞ കളി അടിച്ചില്ലേ? അതിന് മുമ്പത്തെ കളി ആയുഷ് മേത്ര അടിച്ചില്ലേ? ചെക്കന്മാർ ഇവിടെ അടിക്കണൊക്കെ പറയേണ്ട പേര് വരുന്നില്ല. വെറുതെ 200 ആവണില്ലല്ലോ. ഒരു ടീം ക്യാപ്റ്റന്റെ പേര് പറയണില്ല. നിങ്ങളെ വേറൊരാളെ കൊടുക്കണല്ലോ. അതൊക്കെ വരുമല്ലോ. നിങ്ങളെ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു ടീം സ്പിരിറ്റ് ഇല്ല. ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ ടീം ഒരുമിച്ച് കണ്ടല്ലോ കഴിഞ്ഞ കളിയിൽ. മറ്റേ കോൺഫിഡൻസ് അല്ല, അഹങ്കാരത്തിന് കിട്ടിയതാണ്. അഹങ്കാരത്തിന് മില്ലർ ഫോമിലല്ല അങ്ങനെ പറഞ്ഞു. മില്ലർ ഫോം ആയപ്പോ ഒരു അൺലക്കൊന്നുമല്ല. അത് നിങ്ങൾക്കെതിരെ നല്ല വാദങ്ങൾ വരുന്നു. ഒരു വാദത്തിന്റെ ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ട് ഒരു റണ്ണും പിടിച്ചിങ്ങനെ വരണം. നിങ്ങൾ വെറുതെ ഞങ്ങളങ്ങനെ ഡൗൺ ഓൾറെഡി ഡൗൺ. എവിടെ ഡൗൺ? ഇങ്ങനെ തല കുത്തനെ പിടിച്ചാലും നിങ്ങൾ താഴെ തന്നെ കിടക്കുക. ടേബിള് തല കുത്തനെ പിടിച്ചാലും അതൊക്കെ ഇന്നത്തോട് കാരണം ഇന്ന് സഞ്ജു ചേട്ടനും തുടക്കം ആദ്യ ബോളിൽ തന്നെ ഔട്ടായി പോകും. അതിന്റെ ബാക്കിൽ വരാനുള്ള കല്ല കളിയാണ്. കുൽദീപ് യാദവ് അതൊക്കെ കുൽദീപിനൊക്കെ അടി കിട്ടിയിട്ട് പിപ്പിരി പാടും. ഞങ്ങൾ ചേട്ടൻ അവിടെ കളിയിൽ ഔട്ടായിന്റെ പേരിലാണ്. അതൊക്കെ ആയിക്കോട്ടെ. മൊബൈൽ നമ്പർ ഔട്ടായിട്ടും അടുത്ത കളി മുമ്പ് അടിച്ച ചരിത്രമുണ്ട്. പിന്നെ IPL ആണ്. IPL വലിയ ലെഗസി ഉള്ള കളിക്കാരനാണ് മൂപ്പര്. 2-3 കളി കൊണ്ടൊക്കെ ചേട്ടനെ ഇതാക്കാൻ വരിക. നോക്കിക്കോളികള്. ഇന്ന് നിങ്ങളെ തീരുമാനമാക്കി തന്നെ വേറെ കാര്യമുള്ളൂ. ഇന്ന് ഒരു DC കാരനും ഇവിടുന്ന് ചെന്നൈന്ന് മര്യാദക്ക് ഉണങ്ങി പോവില്ല.